പറഞ്ഞത് എന്താണ്? നാറിയ എന്ന് ഞാൻ പറഞ്ഞിട്ട് പേരോട് നാറിയ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കരുത്. ഞാൻ വായിക്കുന്നത് കേട്ടാ നിങ്ങൾ പറയും അതിനെ കാണപ്പുറം പറയണം. എന്താ പറഞ്ഞത് കേട്ടോളൂ. നാരിയത്ത് സലാത്ത് നാറിയതാണ് പോൽ, നാരിയത്ത് സലാത്ത് നാറിയതാണ് പോൽ. മുജാഹിദിന്റെ ഇസ്ലാഹി മാസിക പറയാണ് കേട്ടോളൂ. അങ്ങനെ നാറലിലേക്കുള്ള നാരിയ സലാത്തും നാറലിലേക്കുള്ള നാരിയ സലാത്തും മാലിന് വേണ്ടിയുള്ള കമാലിയ സലാത്തും ഒക്കെ നബി പഠിപ്പിച്ച സലാത്തുകളെക്കാൾ പോരിശയുള്ളതായി പരിചയപ്പെടുത്തുന്നു. അതൊരു പച്ചക്കള്ളം നിങ്ങളെ വകയിൽ പറഞ്ഞതാണ്. ഞാൻ ചോദിക്കട്ടെ, നാരിയത്ത് സലാത്ത് നാറിയതാണോ? കമാലിയ സലാത്ത് മാലിന് വേണ്ടിയാണോ? ഇത് നിങ്ങളിവിടെ നിങ്ങളെ സിൽസിലാഹിൽ എഴുതിയതാണ്. ഓ മനുഷ്യ, നിങ്ങൾക്ക് മരിക്കണ്ടേ? അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ മഹാന്മാര് ചൊല്ലി വരുന്ന സലാത്ത്, ആ സലാത്തിനെ നിഷേധിക്കുന്ന നിങ്ങൾക്ക് മരിക്കണ്ടേ? നാരിയത്ത് സലാത്തിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകം പ്രസംഗിച്ച കേസിട്ടുണ്ട്. മുസ്ലിം ചെറുപ്പക്കാരത് വാങ്ങി കേൾക്കണം. നാരിയത്ത് സലാത്തിനെ സംബന്ധിച്ച് മാത്രം ഞാൻ പ്രസംഗിച്ച കേസിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സലാത്ത് റസൂലുള്ള പഠിപ്പിച്ചതേ പറ്റൂ എന്നാണ് മൗലവിമാർ പറയുന്നത്. എന്നാ മൗലവി അള്ളാഹുവിന്റെ റസൂൽ ഇന്ന സലാത്തേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിനോട് നിസ്കാരത്തിലുള്ള സലാത്ത് എങ്ങനെ ചൊല്ലണമെന്ന് ചോദിച്ചപ്പോ അതും ചോദ്യം എത്ര അർത്ഥവത്താണ്. യാ റസൂലല്ലാഹ് കൈഫ നുസല്ലി അലൈക, നബിയെ തങ്ങളെ മേൽ ഞങ്ങൾ എങ്ങനെയാണ് സലാത്ത് ചൊല്ലേണ്ടത്, എന്താണ് ചൊല്ലേണ്ടതെന്ന് സഹാബത്ത് ചോദിച്ചില്ല. കാരണം സലാത്തിന് പല വാചകങ്ങളും ഉണ്ടെന്ന് സഹാബത്തിന് അറിയാം. സഹാബത്തിന്റെ ചോദ്യം അതിനൊരു മോഡൽ പഠിപ്പിച്ചു തരണമെന്നാണ്. കൈഫ നുസല്ലി, എങ്ങനെയാ സലാത്ത് ചൊല്ലേണ്ടത്? ഈ കൈഫ നുസല്ലി എന്ന സലാത്തിന്റെ മോഡൽ ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് എത്ര വാചകങ്ങളിലാണ് സലാത്ത് പറഞ്ഞു കൊടുത്തത്. ഒരു റിപ്പോർട്ടിൽ ഒരു വാചകം, വേറൊരു റിപ്പോർട്ടിൽ വേറൊരു വാചകം, വേറൊരു റിപ്പോർട്ടിൽ വേറൊരു വാചകം. കാരണം സലാത്തിന് ഒരു വാചകം മാത്രമല്ല, സലാത്തിന് ധാരാളം വാചകങ്ങൾ ഉണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ അതിലൂടെ പഠിപ്പിക്കുകയല്ലേ ചെയ്തത്. അതല്ലേ കൈഫ എന്നല്ലേ ചോദിച്ചത്. എങ്ങനെ? അതിന്റെ ഒരു മോഡലാണ് സഹാബത്ത് ചോദിച്ചത്, മോഡലാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സലാത്ത് തന്നെ എത്ര വാചകങ്ങളുണ്ട്. ബുഖാരി മറിക്കൂ, മുസ്ലിം മറിക്കൂ, ഓരോന്നും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ സഹോദരന്മാരെ, എത്ര സലാത്തുണ്ട്. റസൂലുള്ള പറഞ്ഞ സലാത്തേ ചൊല്ലാൻ പാടുള്ളൂ എന്ന് ഏത് ഖുർആനിലാണ് മൗലവിമാരെ ഉള്ളത്? റസൂലുള്ള പറഞ്ഞ സലാത്തേ ചൊല്ലാൻ പാടുള്ളൂ എന്ന് ഏത് ഹദീസിലാണുള്ളത്? സലാത്തിന് എത്ര വാചകങ്ങളുണ്ട്. വാചകങ്ങൾ റസൂലുള്ള പറഞ്ഞത് തന്നെയാകണമെന്ന് നിങ്ങളെ കണ്ടുപിടുത്തം ബിദ്അത്തല്ലേ, പുത്തൻവാദമല്ലേ? ലോകത്തേതെങ്കിലും ഒരു ഇമാമ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇനി നാരിയത്ത് സലാത്തിന്റെ വാചകങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന വലിയ ഒരു സലാത്ത് റസൂലുള്ള ചൊല്ലിയതല്ല, സഹാബത്ത് ചൊല്ലിയതല്ല. ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. സലാത്തിന്റെ വാചകം റസൂലുള്ള പറഞ്ഞത് തന്നെ ആകണമെന്നില്ല. അവിടുത്തെ കിതാബുർ റിസാല 500-ലധികം തവണ സ്വന്തം ശിഷ്യൻ ആവർത്തിച്ചോദിയ കിതാബുർ റിസാല. ആ റിസാലയിൽ ഇമാം ശാഫിഈ കൊടുക്കുന്ന സലാത്ത് കണ്ടു. മൗലവിമാരെ, നിങ്ങൾ പറയണം ഇമാം ശാഫിഈ മുശ്രിക്കാണോ, ശിർക്ക് ചെയ്ത ആളാണോ? ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത് നാരിയത്ത് സലാത്തിൽ പറയുന്നത് പോലെ റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. നാരിയത്ത് സലാത്തിലുള്ളത് എന്താണ്? സലാത്തിന്റെ പുറമെ മദ്ഹാണ്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലതൻ വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദ്. ഇത് സലാത്താണ്. അതിന്റെ ശേഷമുള്ള വാചകമാ മൗലവിമാർക്ക് പിടിക്കാത്തത്. അതെന്താ? അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു, മുഹമ്മദ് നബി മുഖേന അഴിഞ്ഞു വരാത്ത പല കെട്ടുകളും അഴിഞ്ഞു പോകും. നബി മുഖേന പ്രശ്നം പരിഹരിക്കപ്പെട്ടു പോകും. തൻഹല്ലു ബിഹിൽ ഉഖദു. മൗലവിമാർക്കത് വിശ്വാസമില്ല. പക്ഷെ അബൂജഹലിന് വരെ അതിൽ സംശയമില്ല കേട്ടോ. അതുകൊണ്ടല്ലേ
മക്കയിലെ മുശ്രിക്കീങ്ങൾ കഅബത്തിന്റെ മൂലയിലുള്ള ഹജറുൽ അസ്വദ് എടുത്തു വെക്കുമ്പോ വലിയ തർക്കം നടന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ മുഖേനയല്ലേ ആ പ്രശ്നം പരിഹരിച്ചത്. അതിന് മുശ്രിക്കീങ്ങൾക്ക് വരെ തർക്കമില്ല. മൗലവിമാർക്ക് അത് കേൾക്കുമ്പോ റസൂലുള്ളാഹിന്റെ മദ്ഹല്ലേ, അത് കേൾക്കാൻ കഴിയുന്നില്ല. തൻഹല്ലു ബിൽ ഖദു വതൻഫരിജു ബിൽ ഖുറബു. നബി മുഖേന പ്രശ്നങ്ങൾ നീങ്ങിപ്പോകും, പ്രയാസങ്ങൾ നീങ്ങിപ്പോകും. വതൻഫരിജു ബിൽ ഖുറബു വതുഖളാ ബിൽ ഹവായിജു. നബി മുഖേന ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും. വതുഖളാ ബിൽ ഹവായിജു. അടുത്തതാണ് تنفرج به الكرب وتقوى به الحوائج وتنال به الرغائب. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നബി മുഖേന നൽകപ്പെടും. അതേ സ്വർഗം വരെ കിട്ടുന്നത് നബി മുഖേനയല്ലേ, ശഫാഅത്ത് കിട്ടുന്നത് നബി മുഖേന അല്ലേ, ദുനിയാവ് കിട്ടുന്നത് നബി മുഖേന അല്ലേ, ആഖിറം കിട്ടുന്നത് നബി മുഖേന അല്ലേ. വതുനാലു ബിഹി الرغائب وحسن الخواتم. നന്നായി മരിക്കലും അതേ അതുപോലെ എല്ലാ കാര്യത്തിന്റെ നന്മയും നബി മുഖേന ലഭിക്കും. وحسن الخواتم ويستسقى الغمام بوجهه الكريم. നബിയുടെ സ്ഥാനം മുഖേന, അവിടുത്തെ ശരീരം മുഖേന, അവിടുത്തെ തിരുമുഖം മുഖേന അല്ലാഹുവിനോട് മഴ തേടപ്പെടും. മൗലവിമാർക്കത് കേട്ടുകൂടാ. നബിയെ മുൻനിർത്തി മഴ തേടുകയോ? ബുഖാരി ഒന്ന് മറിച്ചു നോക്കൂ മൗലവിമാരെ. ഹിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽ അറാമിലീൻ. അലി ഇബ്നു അബീ താലിബ് ചൊല്ലുന്നു, നബി സന്തോഷം പ്രകടിപ്പിക്കുന്നു. അതേ റസൂലുള്ള മുഖേന മഴ തേടപ്പെടുന്നു. അതേ വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅ്ലൂബിൻ ലക്. നബിയുടെ കുടുംബങ്ങൾക്കും അനുയായികൾക്കും ഓരോ ശ്വാസത്തിന്റെയും ഓരോ സെക്കൻഡിന്റെയും എണ്ണം കണ്ട് ധാരാളം സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ, അല്ലാഹ് കൊടുക്കട്ടെ. ഇതല്ലേ നാരിയത്തു സ്വലാത്ത്. ഇതിൽ നാറുന്ന വാചകം ഏതാണ് മൗലവിമാരെ? നിങ്ങളെ നാറുന്ന ഇസ്ലാഹി പത്രം ഈ നാദാപുരത്ത് കൊണ്ടുവന്ന് നാറ്റിച്ചതെന്തിനാണ്? നാരിയത്തു സ്വലാത്തിൽ നാറുന്ന വാചകം ഏതാണ് മൗലവിമാരെ? ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ശാഫി ഇമാമിന്റെ സ്വലാത്ത് നാരിയത്ത് സ്വലാത്തിനേക്കാളും നിങ്ങളെ ഭാഷയിൽ ശിർക്കല്ലയോ, കുഫ്റല്ലയോ? കേട്ടോളൂ. فصلى الله على نبينا كلما ذكره الذاكرون وغفل عن ذكره الغافلون وصلى عليه في الأولين والآخرين أفضل وأكثر وأزكى ما صلى على أحد من خلقه وزكانا وإياكم بالصلاة عليه. നിങ്ങളെ ഭാഷയിൽ ശിർക്കല്ലേ ഇത്? നബിയുടെ പേരുള്ള സ്വലാത്ത് കൊണ്ട് അല്ലാഹ് നമ്മളെയും നിങ്ങളെയും ശുദ്ധീകരിക്കട്ടെ. ശാഫി ഇമാമിന്റെ സ്വലാത്തിന്റെ ഇടയ്ക്ക് പറയാണ്, ഏറ്റവും വലിയ സ്വലാത്ത് അല്ലാഹു തആല റസൂലുള്ളാഹിക്ക് ചെയ്യട്ടെ. എന്നിട്ട് പറയാണ്, അഫ്ളല മാ സക്കാ അഹദൻ മിൻ ഉമ്മത്തിഹി ബിസലാത്തിഹി അലൈഹി വസ്സലാമു അലൈഹി വറഹ്മത്തുള്ളാഹി വബറകാതുഹു വജസാഹുല്ലാഹു അന്നാ അഫ്ളല മാ ജസാ മുർസലൻ അമ്മൻ ഉർസില ഇലൈഹി. ഇതിങ്ങനെ പറഞ്ഞിട്ട് ശാഫി ഇമാം പിന്നെ സ്വലാത്തിന്റെ ഇടയ്ക്ക് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാണ്, ഫഇന്നഹു അൻഖദനാ ബിഹി മിനൽ ഹലക. നമ്മളെ നാശത്തിൽ നിന്ന് അല്ലാഹ് രക്ഷപ്പെടുത്തിയ നബി തങ്ങൾ മുഖേനയാണ് കേട്ടോ. നബി മുഖേനയാണ് നമ്മളെ നാശത്തിൽ നിന്ന് അല്ലാഹ് രക്ഷപ്പെടുത്തിയത്. വജഅലനാ ഫീ ഖൈരി ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. നമ്മളെ ഏറ്റവും നല്ല സമുദായമാക്കിയത് നബി മുഖേന തന്നെ. ദാഇരീന ബിദീനിഹി അല്ലദി തളാ. നമുക്ക് അല്ലാഹ് പൊരുത്തപ്പെട്ട അവിടുത്തെ ദീന് കൊണ്ട് സ്വീകരിച്ചവരായ നിലക്ക് വസ്തഫാ ബിഹി മലായികത. അല്ലാഹുവിന്റെ മലക്കുകളെ അല്ലാഹ് തെരഞ്ഞെടുത്തത് നബി മുഖേനയാണ്. വമൻ അൻഅമ അലൈഹി മിൻ ഖൽഖിഹി. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ആർക്കൊക്കെ അല്ലാഹ് നിഅമത്ത് ചെയ്തോ അത് മുഴുവനും നബി മുഖേനയാണ്. ഫലം തുംസിബിനാ നിഅമത്തുൽ ബഹറത്ത് വലാ ബതനത്ത് നിൽനാ ബിഹാ ഹദ്ദൻ ഫീ
ദീനിൻ വദുനിയാ, പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ദീനിലോ ദുനിയാവിലോ ഉള്ള ഏതൊരു ഗുണം ആർക്ക് ലഭിച്ചിട്ടുണ്ടോ, ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ, എന്തെങ്കിലും മുസീബത്ത് ദുനിയാവിലോ ആഖിറത്തിലോ ദീനിലോ അല്ലെങ്കിൽ എല്ലാറ്റിലുമോ എന്ത് മുസീബത്ത് നമുക്ക് തടുക്കപ്പെട്ടു പോയോ, എന്ത് വെറുക്കപ്പെട്ടത് നീങ്ങിപ്പോയോ, ഇല്ലാ വ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി സബബുഹാ, സർവാനുഗ്രഹത്തിന്റെയും കാരണക്കാരൻ, എല്ലാ മുസീബത്തും നീങ്ങിപ്പോകുന്നതിന്റെ ഇടയ്ക്കുള്ള മധ്യവർത്തി കാരണക്കാരൻ അത് മുഹമ്മദ് നബി അല്ലാതെ മറ്റൊരാളുമല്ല. അൽ ഖായിദു ഇലാ ഖൈരിഹാ, എല്ലാ ഖൈറിലേക്കും നമ്മളെ വിളിച്ചു കൊണ്ടുപോകുന്നത് നബി അല്ലാതെ മറ്റാരുമില്ല. വൽ ഹാദി ഇലാ റുസ്ദിഹാ, എല്ലാ സന്മാർഗത്തിലേക്കും നമ്മളെ നയിക്കുന്നത് നബി അല്ലാതെ അല്ല. അദ്ദാഇദു അനിൽ ഹലക, നാശത്തിൽ നമ്മളെ തടുക്കുന്നത് രക്ഷപ്പെടുത്തുന്നത് നബി തന്നെ. വമവാദിസ് സൗഇ ഫീ ഖിലാഫിർ റുശ്ദി, സന്മാർഗത്തിന്റെ എതിരിൽ പിഴച്ച വഴിയിലേക്ക് മോശമായ മാർഗത്തിലേക്ക് പോകുന്നത് തടുക്കുന്നത് റസൂലുള്ള തന്നെ. അൽ മുനബ്ബിഹു ലിൽ അസ്ബാബില്ലതി തൂരിദുൽ ഹലക, നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന മുഴുവൻ മാർഗങ്ങളെയും കാരണങ്ങളെയും നമ്മളെ ഉണർത്തുന്ന റസൂലുള്ള തന്നെ. അൽ ഖായിമു ബിൻ നസീഹത്തി ഫിൽ ഇർശാദി വൽ ഇൻദാരി ഫീഹാ, അതേ സർവ നന്മയിലേക്കും ഉപദേശിച്ചു എല്ലാ തിന്മയും താക്കീത് ചെയ്തും നിന്ന് പോരുന്ന ആണ് റസൂലുള്ള തന്നെ. ഫസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലല്ലാ അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീമ ഇന്നഹു ഹമീദും മജീദ്. നാരിയത്ത് സലാത്തിലെ മുഴുവൻ ആശയങ്ങളും അതിനേക്കാൾ ഗൗരവത്തിൽ വ്യക്തമായി എഴുതിയിട്ട് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയ സലാത്ത് ഇമാം ശാഫിഈ തങ്ങളുടെ കിതാബ് റിസാലയുടെ മുഖദ്ദമ നോക്കിയാ ഞാൻ വായിച്ചത്.